നിങ്ങളിവിടെ ഡിസ്ട്രാക്ട് ചെയ്യുന്ന പല സാധനങ്ങളുമുണ്ട്. ഒരു പക്ഷേ നിങ്ങളൊക്കെ ഈ പഠിക്കുക അല്ലെങ്കിൽ സ്റ്റഡി ടൈം എന്നെല്ലാം പറയുന്ന ഒരു സമയത്ത് നിങ്ങളുടെയൊക്കെ ഫോക്കസ് എങ്ങോട്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി. നമ്മളൊന്ന് പഠിക്കാൻ വേണ്ടി ഇരുന്ന് കഴിഞ്ഞാൽ അല്ലേ, മൊബൈൽ ഫോണുള്ള ആളുകളാണെങ്കിൽ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ വരും, അതല്ലെങ്കിൽ നമുക്ക് ഉറക്കം വരും, നമുക്ക് ക്ഷീണം വരും. പലപ്പോഴും നമ്മൾ പഠിക്കുന്ന സമയത്താണ് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഏറ്റവും കൂടുതൽ വരാറുള്ളത്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പഠനത്തിൽ കാണേണ്ട ആസ്വാദനം നമ്മൾ മറ്റ് പല സാധനങ്ങളിലും കാണുന്നുണ്ട് എന്നുള്ളതാണ്. ഞാൻ ഇവിടെ ഒരു ഉദാഹരണം പറയാം. ഇപ്പോൾ ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മളൊരു ദൂരയാത്ര ചെയ്ത് ഒരു ഓഡിറ്റോറിയത്തിൽ വന്ന് ഒരു സംസാരം കേൾക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. പക്ഷെ ഇങ്ങനെ ഇരിക്കുമ്പോഴും അപ്പുറത്തെ ആളത്ത് പോയി ഇങ്ങനെ സംസാരിക്കും. ഒരു ഡിസ്ട്രാക്ഷനാണ്. ചിലപ്പോൾ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കാൻ തോന്നും. ചിലപ്പോൾ എന്താണെന്നറിയോ, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കും, ശ്രദ്ധയില്ലാതെ ഇരിക്കും. ഇതൊരു ഡിസ്ട്രാക്ഷനാണ്. ഈ ഡിസ്ട്രാക്ഷൻ നിങ്ങൾ എപ്പോൾ അവോയ്ഡ് ചെയ്യുന്നോ, നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ എവിടെയാണോ ഉള്ളത്, നിങ്ങൾ എന്താണോ കേൾക്കുന്നത്, നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ആ കാര്യത്തിൽ പൂർണ്ണമായ ഫോക്കസ് നിങ്ങൾക്ക് നൽകാൻ സാധിക്കുന്നത് എപ്പോഴാണോ അപ്പോഴാണ് നിങ്ങൾ കരിയറിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി നിങ്ങൾ ചവിട്ടുന്നത്. അതുകൊണ്ട് എപ്പോഴും നമ്മൾ എവിടെയാണോ ഉള്ളത് ആ സ്ഥലത്ത് നമ്മൾ എത്തിപ്പെടാനുള്ള കാരണത്തെ പൂർണ്ണമായും മനസ്സിലാക്കി അവിടെ പൂർണ്ണമായി ശ്രദ്ധ കൊടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അവിടെ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്.